അവരെന്താണോ ആഗ്രഹിച്ചത് അത് നടന്നുകൊണ്ടിരിക്കുന്നു. കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ സുരക്ഷാ വീഴ്ചകൾ വിവരിക്കുന്ന ഗായിക നേഹ സിംഗ് റത്തോഡിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ആ വീഡിയോ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ് സമാജ്വാദ് പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്. ഈ വീഡിയോയുടെ പേരിൽ നേഹ റത്തോഡിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഉത്തർപ്രദേശ് പോലീസ് കേസെടുത്തിരുന്നു. ഇതാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അഖിലേഷ് പ്രദർശിപ്പിച്ചത്. ലക്നൌവിലെ പാർട്ടി ആസ്ഥാനത്ത് SP യുവജന വിഭാഗം സംഘടിപ്പിച്ച യോഗത്തിന് ശേഷമായിരുന്നു അഖിലേഷ് യാദവ് മാധ്യമങ്ങളെ കണ്ടിരുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ നടപടികൾക്കെതിരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്. BJP സർക്കാർ രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങളെ അവഗണിക്കുകയാണെന്നും ഇവർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ വേണ്ട വിധത്തിൽ പ്രതികരിക്കുന്നില്ല എന്നും അഖിലേഷ് വ്യക്തമാക്കിയിരുന്നു. ഇതിനിടെ പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കുന്നതിനിടയിലായിരുന്നു അദ്ദേഹം നേഹയുടെ വീഡിയോ പത്രസമ്മേളനം നടക്കുന്ന വേദിയിൽ പ്രദർശിപ്പിച്ചത്. പഹൽഗാം ഭീകരാക്രമണം, ബീഹാർ തെരഞ്ഞെടുപ്പ് എന്നിവയെ പറ്റിയൊക്കെ നേഹ സംസാരിക്കുന്നുണ്ട്. ഒരു ഫോൺ കോൾ കൊണ്ട് മറ്റു രാജ്യങ്ങളിലെ യുദ്ധങ്ങൾ നിർത്താൻ കഴിയുന്നവർക്ക് സ്വന്തം രാജ്യത്തെ തീവ്രവാദ ആക്രമണങ്ങൾ തടയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നും നേഹ ചോദിച്ചിരുന്നു. അതേസമയം നേഹയുടെ ഗാനങ്ങൾ കേട്ടിട്ടില്ലെങ്കിലും പഹൽഗാമിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ശരികളുണ്ടെന്നായിരുന്നു അഖിലേഷ് വ്യക്തമാക്കിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നേഹ എക്സിലിട്ട പോസ്റ്റുകൾ രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്നതാണെന്നും ആരോപിച്ച് BJP നേതാവ് അഭയ് പ്രതാപ് സിംഗ് നൽകിയ പരാതിയിലായിരുന്നു കേസെടുത്തത്. നേഹ മതധ്രുവീകരണത്തിന് ശ്രമിച്ചു എന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. നേഹയുടെ വീഡിയോകളുടെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു: ഒരു ഫോൺ കോൾ കൊണ്ട് അയൽ രാജ്യത്തെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുന്ന നരേന്ദ്രമോദിക്ക് സ്വന്തം ദേശത്തിലെ ഭീകരാക്രമണം തടയാനായില്ല. ഇന്ത്യയുടെ രാഷ്ട്രീയവും രാഷ്ട്രവാദവും ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങളിൽ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. തീവ്രവാദികൾ വന്ന നിരപരാധികളെ കൊന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നെ എന്തിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കേണ്ടത്? എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാർ കൊന്നൊടുക്കുമ്പോൾ ചോദ്യം നെഹ്റുവിനോടും മുഹമ്മദ് അലി ജിന്നയോടുമൊക്കെ ചോദിക്കാൻ കഴിയുമോ? നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? പുൽവാമ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ പേരിൽ ചിലർ വോട്ട് വാങ്ങും. അന്ധഭക്തന്മാർ അതിനെ മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറഞ്ഞ് വോട്ട് നൽകും. അന്ധഭക്തന്മാർ അതിനെ മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറഞ്ഞ വോട്ട് നൽകും. ഇനിയും അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഭക്തന്മാരുടെ നരേന്ദ്രമോദി പഹൽഗാമിലെ ഭീകരാക്രമണത്തെ ഓർത്ത് വിതുമ്പും അന്ധഭക്തന്മാർ ബംഗാൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യും. രാജ്യദ്രോഹപരമാണ് നേഹയുടെ എക്സ് പോസ്റ്റ് എന്നായിരുന്നു FIRൽ പറയുന്നത്. രാജ്യത്തിന്റെ അഖണ്ഡതയെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നും മതത്തിന്റെയും ജാതിയുടെയും പേരിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന തരത്തിലാണ് നേഹയുടെ എക്സ് പോസ്റ്റ് എന്നുമായിരുന്നു റിപ്പോർട്ടിൽ പറഞ്ഞത്. നേഹ സിംഗ് റത്തോഡിന്റെ ദേശവിരുദ്ധ പ്രസ്താവനകൾ പാകിസ്ഥാനിൽ NOCAP വൈറലാകുകയാണെന്നും മോദി സർക്കാരിനെതിരായ ആക്രമണങ്ങൾക്ക് അവരെ വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ടെന്നും FIRൽ ചൂണ്ടിക്കാട്ടുന്നു. സമാനമായ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ പേരിൽ മുൻപും നേഹയ്ക്കെതിരെ സൈബർ അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷം മോദിയെ വെല്ലുവിളിക്കുന്ന നേഹയുടെ വീഡിയോ ആണ് പിന്നീട് പുറത്തേക്ക് വന്നത്. ആ വീഡിയോയും ഒപ്പം അഖിലേഷ് യാദവ് ജനങ്ങൾക്ക് മുന്നിൽ നേഹയുടെ വീഡിയോ പ്രദർശിപ്പിക്കുന്നതുമായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. लाइए, आज तक वालों ने बहुत अच्छा चलाया है, मैं उनका धन्यवाद देता हूं. फुल वॉल्यूम ठीक है सर. पाकिस्तान के सोशल मीडिया पर हो रही है. एक फोन कॉल से दूसरे देशों की वॉर रुकवाने वाले पॉपा अपने देश में आतंकवादी हमला नहीं रुकवा पाए और अंधभक्त मुझसे कह रहे हैं कि ऐसी बातों पर राजनीति और सवाल मत करो. तो किस बात पर सवाल करूं? शिक्षा पर, जिसे मुद्दा ही नहीं समझा जाता, या स्वास्थ्य पर, जिस पर सवाल करना अब आउट ऑफ फैशन हो गया है? बोलो किस पर सवाल करूं? बेरोजगारी पर, जिसके जवाब में तुम्हारे अब्बा हुजूर पकौड़ा तलने की सलाह देते हैं? अरे जब देश की राजनीति ही राष्ट्रवाद और हिंदू मुसलमान के मुद्दे पर चल रही है, उसके बाद भी आतंकी हमलों में देशवासी मारे जा रहे हैं, तो सवाल किस मुद्दे पर करूं? 56 इंच की छाती पर देश के सारे मुद्दों को समेट देने वाले मोदी जी की सरकार में आतंकवादी हमले होंगे और नागरिकों की हत्या होगी, तो सवाल क्या मोहम्मद अली जिन्ना और नेहरू जी से पूछा जाएगा? नागरिकों की मौत और आतंकवादी हमलों पर सवाल क्यों नहीं पूछा जाना चाहिए भाई? इन सवालों से इतना डर क्यों रहे हैं आप? अपनी ही सरकार में हुए पुलवामा आतंकी हमले
कि शहीदों की मौत पर बेशर्मी से वोट मांगने वाला ये आदमी पहलगाम के पर्यटकों की मौत पर भी वोट मांगेगा और अंधभक्त इसे मास्टर स्ट्रोक बताकर वोट भी देंगे। पहलगाम हमले के जवाब में अब तक सरकार ने किया क्या है? मेरे ऊपर एफआईआर। सरकार मेरे ऊपर एफआईआर करवाकर असली मुद्दों से ध्यान भटकाना चाहती है। क्या ये बात समझना इतना मुश्किल है? अरे दम है तो जाइए आतंकवादियों के सिर लेकर आइए। अपनी नाकामी का ठिकरा मेरे कपार पर मरने की कोई जरूरत नहीं है। जैसे लोकतंत्र में एक एक वोट जरूरी होता है, वैसे ही एक एक सवाल भी जरूरी होता है। और सरकार को सारी दिक्कत मेरे सवालों से है, इसीलिए वो मुझसे सवाल पूछने से रोकना चाहते हैं। असली सवाल ये है कि पहलगाम हमले के जवाब में आपने अब तक किया क्या है? कितने आतंकवादियों के सिर लेकर आए आप? देश ने आपको पाकिस्तान जाकर बिरयानी खाने के लिए चुना था क्या? है कोई जवाब? दरअसल नहीं है। बस हर सवाल के जवाब में नोटिस भेज दो, एफआईआर करवा दो, गालियां दिलवा दो, नौकरी छीन लो, अपमानित कर दो, डरा दो। इसे आप राजनीति कहते हैं? अगर ये राजनीति है तो फिर तानाशाही क्या है? मैं इस देश की जनता से पूछना चाहती हूं, क्या यही पाने के लिए आपने वोट दिया था कि सवाल पूछने पर आपको देशद्रोही और गद्दार कह दिया जाए? भाजपा देश नहीं है, प्रधानमंत्री भगवान नहीं है। लोकतंत्र में आलोचना तो होगी, सवाल भी पूछे जाएंगे। मेरे सवालों से इतनी दिक्कत है तो सत्ता छोड़कर विपक्ष में आ जाइए, सवाल नहीं पूछूंगी तब मैं।